വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള 10ാം ദിവസത്തെ തിരച്ചിലും അവസാനിപ്പിച്ചു. ചാലിയാറിൽ നിന്ന് ഇന്ന് ഒരു ശരീരഭാഗം കണ്ടെത്തി. ദുരന്തബാധിതരെ കൂടി പങ്കെടുപ്പിച്ചുള്ള ജനകീയ തിരച്ചിൽ നാളെ നടക്കും. പതിവിൽ നിന്ന് വിപരീതമായി തിരച്ചിലിന് പ്രത്യേക പോയിന്റുകൾ മാർക്ക് ചെയ്തിരുന്നു ഇന്ന്. അതനുസരിച്ചാണ് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാസംഘവും തിരച്ചിൽ നടത്തിയത്. കാലാവസ്ഥ പ്രതികൂലമായത് ദൗത്യത്തെ ബാധിച്ചു. പുഞ്ചിരിമട്ടിലും മുണ്ടക്കൈയിലും ഏതാണ്ട് 90% തിരച്ചിൽ പൂർത്തിയായി എന്നാണ് അധികൃതർ പറയുന്നത്. നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുള്ളവർക്കെല്ലാം ലഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ത്രിയിൽപ്പെടുത്തി കേരളത്തെ ഇക്കാര്യത്തിൽ പരിഗണിച്ചാൽ ഒരു വലിയ കാര്യമായി കിട്ടാവുന്ന മാക്സിമം സഹായങ്ങൾ സാധാരണ നിലയിൽ കിട്ടും. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വരവിനെ പോസിറ്റീവായി ഞങ്ങൾ കാണുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വയനാട്ടിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി SBG സുരക്ഷാ സംഘവും ദുരന്തഭൂമിയിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവർക്കായി പുത്തുമലയിൽ 5ാം ദിനവും കൂട്ടസംസ്കാരം നടന്നു. 7 ശരീരഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. നാളെ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച ആളുകളെ കൂടി ഉൾപ്പെടുത്തി ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെല്ലാം രാവിലെ മുതൽ ജനകീയ തിരച്ചിൽ നടത്തും. ടീം 24 വയനാട്.